ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് HIV എയ്ഡ്സ് സംബന്ധിച്ച ശരിയായ അറിവും അവബോധവും. ഇത് രണ്ട് നിർണായകമാണ്. എന്തുകൊണ്ടാണ് HIV പടരുന്നത്, എന്താണ് അതിൻ്റെ കാരണം, അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, ഈ കാര്യങ്ങൾ നിങ്ങളുടെ യങ് ജനറേഷൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. മറ്റ് പല ഇപ്പം നമുക്കറിയാം ഇൻ്റർകോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പടരുന്ന രോഗമാണത്. സിറിഞ്ചിലൂടെ പകരുന്ന രോഗമാണ്. ഇക്കാര്യത്തിലൊക്കെ ഒരു പ്രിക്കോഷൻ എടുക്കുക. നിങ്ങളുടെ പ്രായം ഒരു ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് പഴയ കാലഘട്ടമൊന്നുമല്ല. പണ്ടൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വേർതിരിച്ചിട്ടുള്ള രീതിയായിരുന്നു. പെൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ട്. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നത്. മാത്രമല്ല പല കോഫി ഷോപ്പിലൊക്കെ നമ്മൾ പല രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ കാണാറുണ്ട്. കാലം മാറുമ്പോൾ അതിൻ്റെ അനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ തന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെയും ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഒന്നും കുഴപ്പമില്ല, ഈ പ്രായത്തിൽ അതൊക്കെ സാധാരണയാണ്. പഴയ കാലം പോലെയല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊക്കെ പതിവുള്ള കാര്യമാണ്. പക്ഷേ അവനവൻ സ്വയം സൂക്ഷിക്കുക. ഒന്ന്, ഒരിക്കലും രോഗങ്ങൾ പടരാൻ നോക്കുക. ഞാൻ പറയാൻ കാരണം ഈ HIV അതായത് എയ്ഡ്സിൻ്റെ ചില ലക്ഷണങ്ങൾ ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായി കാണുന്നുണ്ട്. ചില എയ്ഡ്സ് രോഗങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെ പുറത്ത് പറയാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇക്കാര്യത്തിൽ ഒരു സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത്. എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ആരോഗ്യവകുപ്പിന് കിട്ടാറുണ്ട്. ഈ സൊസൈറ്റി തന്നെ അതിൻ്റെ ചില റിപ്പോർട്ട് എനിക്ക് നൽകിയിരുന്നു. അപ്പോൾ അക്കാര്യത്തിലൊക്കെ വളരെ വിജിലൻ്റായി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നാൽ, ഇപ്പോൾ ഞങ്ങൾ ആരോഗ്യവകുപ്പിൽ എല്ലായിടത്തും നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഡിസ്പോസിബിൾ സിറിഞ്ച് ഉപയോഗിക്കണമെന്നാണ്. കർശനമായി ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സാമ്പത്തികം നോക്കണ്ട, കാരണം ഈ കുട്ടികളുടെ ആരോഗ്യമാണ് ഏറ്റവും പരമപ്രധാനം. എന്നാൽ ഏതെങ്കിലും ആശുപത്രിയിൽ അങ്ങനെ ഉപയോഗിച്ച സിറിഞ്ചാണ് വീണ്ടും നിങ്ങൾക്ക് നൽകുന്നതെങ്കിൽ നിങ്ങൾ പറയണം ഡിസ്പോസിബിൾ സിറിഞ്ച് വേണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കണം. കാരണം നിങ്ങളുടെ ആശുപത്രിയിൽ ചിലപ്പോൾ രോഗിയായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ചികിത്സ നിങ്ങളുടെ അവകാശമാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, നിലത്ത് കിടത്തി ചികിത്സ വേണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? പോകുന്ന രോഗിക്ക് കിടക്കയും അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ചികിത്സ വേണമെന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണ്. അലോപ്പതി വേണോ, ആയുർവേദം വേണോ, യുനാനി വേണോ? അതുപോലെ തന്നെയാണ് നിങ്ങൾ കുത്തിവയ്ക്കാൻ സിറിഞ്ച് കൊണ്ടുവരുമ്പോൾ അതിനി അവർക്ക് എന്തു തോന്നും എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം നിങ്ങളുടെ ആരോഗ്യമാണ് വലിയ പരമപ്രധാനമായിട്ട്. അവസാനം എയ്ഡ്സ് വന്നാൽ അതിൻ്റെ ദുഷ്പേര് ചില്ലറയല്ല. ഈ രോഗത്തിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ. ഈ സിറിഞ്ച് മൂലം ഇത് രോഗം പടരാം. പക്ഷേ എയ്ഡ്സ് ആണ് എൻ്റെ സമൂഹം കാണുന്നത് എങ്ങനെയാണ് ഞാൻ പറയണ്ടല്ലോ. കയ്യിലിരിപ്പോണ്ടാവുന്നതെന്ന് പറയും. പക്ഷെ അതൊന്നും ഇല്ലാത്തവർക്കും വരാം.